ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ആദ്യമായി വന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിനു മുൻപ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്തിരുന്നു. നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവ് വരുവോളം നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പലരും വിചാരിക്കുന്നത് അവർ കാത്തിരുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് വന്നതെന്നാണ്. വാസ്തവത്തിൽ അത് ശരിയല്ല. കർത്താവ് അവരോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുന്നതുവരെ നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കുക. ഈ അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാ എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. അപ്പോൾ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത കാര്യം താൻ നിവർത്തിച്ചു എന്നേ ഉള്ളൂ. അത് നിവർത്തിക്കുന്നവരെ നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കണം എന്നാണ് താൻ ശിഷ്യന്മാരോട് പറഞ്ഞത്. നമ്മൾ 9-ാം വാക്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് അപ്പോസ്തലന്മാർ പറഞ്ഞ ഭാഷകൾ മനസ്സിലായി എന്ന് നാം കണ്ടു. എന്നാൽ ഈ അത്ഭുതകരമായ സംഭവം നടക്കുമ്പോൾ യെരുശലേമിൽ മാത്രം താമസിച്ചിട്ടുള്ള യഹൂദന്മാർ ഈ വിദേശ ഭാഷകളിൽ ആളുകൾ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല. അവർ പരിഹസിക്കാൻ തുടങ്ങി. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് പരിഹസിച്ച് ചില ആളുകൾ പറഞ്ഞു. ഇത് യെരുശലേമിലെ ലോക്കൽ ഭാഷയിലാണ് പറഞ്ഞത്. ഇത് അപ്പോസ്തലനായ പത്രോസ് കേട്ടപ്പോൾ താൻ മറ്റ് 11 പേരോടുകൂടെ നിന്ന് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളു. അപ്പോൾ പത്രോസ് പ്രാഥമികമായി യെരുശലേമിൽ പാർക്കുന്നവരോടാണ് സംസാരിക്കുന്നത്, വിദേശത്തു നിന്ന് വന്നവരോടല്ല. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, ഈ വിദേശത്തു നിന്ന് വന്ന ആളുകളെല്ലാവരും യഹൂദന്മാരോ അല്ലെങ്കിൽ യഹൂദ മതാനുസാരികളോ ആണ്. യഹൂദന്മാരാണെങ്കിൽ അവർ താമസിക്കുന്ന നാട്ടിലെ ഭാഷ അവർക്കറിയാം എന്നതുപോലെ തന്നെ അവർക്ക് എബ്രായ ഭാഷയും അറിയാം. അപ്പോൾ പത്രോസ് സംസാരിക്കുന്നത് യെരുശലേമിലുള്ളവർ മാത്രമല്ല, പുറത്തുനിന്ന് വന്നവർക്കും മനസ്സിലാവും. ഇനി താൻ പറയുന്നത് എന്താണെന്ന് നോക്കുക. താൻ പറഞ്ഞു, ഇത് നിങ്ങൾ പരിഹസിക്കുന്നത് പോലെ, ഊഹിക്കുന്നത് പോലെ വീഞ്ഞു കുടിച്ചതല്ല. രാവിലെ 9 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഓർക്കുക, ഈ സംഭവം നടന്നത് രാവിലെയാണ്. രാവിലെ ആരും പുതുവീഞ്ഞു കുടിക്കില്ലല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. 16-ാം വാക്യം. പത്രോസ് ഒരു വലിയ പ്രസംഗം തുടങ്ങാൻ പോവുകയാണ്. ഒരുപക്ഷെ ലോകത്തെ കീഴ്മേൽ മറിച്ച പ്രസംഗം എന്ന് പെന്തക്കോസ്ത് നാളിൽ പത്രോസ് നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് പറയാം. ആ പ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത താൻ ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രസംഗിച്ചത് എന്നതാണ്. യോവേൽ പ്രവചനത്തിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അന്ത്യകാലം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയും, ഇത് അന്ത്യകാലമാണ്, ഇപ്പോൾ കുറ്റം വർദ്ധിക്കുന്നു, ആളുകളുടെ ഭക്തി ഇല്ലാതാകുന്നു, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷമുള്ള കാലം അന്ത്യകാലം എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ പത്രോസ് പറഞ്ഞത് ഇത് അന്ത്യകാലമാണ്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് യോവേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ പുത്രന്മാർ, പുത്രിമാർ, യൗവനക്കാർ, വൃദ്ധന്മാർ ഇവരൊക്കെ ഇതിൻ്റെ അനുഗ്രഹം അനുഭവിക്കും. എന്ന് വെച്ചാൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളും ആളുകളുടെ ഇടയിൽ ഉണ്ടായിരിക്കില്ല. സകല ജഡത്തിന്മേലും എന്ന് വെച്ചാൽ സകല ആളുകളുടെ മേലും, ദാസന്മാരായാലും ദാസിമാരായാലും അവരുടെ മേലും ദൈവം ആത്മാവിനെ പകരും. ഇത് വളരെ യൂണിവേഴ്സലായിട്ടുള്ള, സാർവലൗകികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി 19-20 വാക്യങ്ങളിൽ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആകാശത്തിൽ അത്ഭുതങ്ങൾ, ഭൂമിയിൽ അടയാളങ്ങൾ, രക്തം, തീ, ഇതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ്.
അതുപോലെ ചന്ദ്രനും സൂര്യനും ഇരുളായി പോകുന്ന കാര്യമൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നു. 21 വാക്യത്തിൽ, എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന അതിഭയങ്കരമായ ചില കാര്യങ്ങളെക്കുറിച്ചും കൂടെ പത്രോസ് പറയുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. ഇങ്ങനെ വിളിച്ചപേക്ഷിക്കാൻ ആർക്കും സാധിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. കർത്താവ് എന്ന വാക്ക് ശ്രദ്ധിക്കുക. പത്രോസ് ഇത് പറയുമ്പോൾ എബ്രായ പഴയ നിയമമുണ്ട്, അതല്ല പക്ഷേ അവർ സാധാരണ ഉപയോഗിച്ചിരുന്നത്. വളരെ കോമൺ ആയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ. അതിൽ കർത്താവ് എന്ന വാക്ക് കൂറിലോസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ വാക്കാണ് യഹോവയായ ദൈവം എന്ന പദത്തിനും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലാകുന്നത് യഹോവയുടെ നാമം എന്ന് തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി 22 വരെ മുതലുള്ള വാക്യങ്ങളിൽ ആ കർത്താവ് ആരാണ് എന്നാണ് പത്രോസ് പറയുന്നത്. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രായനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ഇവർക്ക് പരിചയമുള്ള ഒരു മനുഷ്യനെക്കുറിച്ചാണ് പിന്നീട് പത്രോസ് പറയുന്നത്. ആ മനുഷ്യൻ നസ്രായനായ യേശുവാണ്. കഷ്ടി 2 മാസങ്ങൾക്ക് മുൻപ് യെരുശലേമിൽ ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശു തൻ്റെ ജീവിതകാലത്ത് ദൈവത്തിൻ്റെ ശക്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ആളുകൾക്ക് വളരെ തെളിവായി വെളിപ്പെട്ടിരുന്നു. നന്മ മാത്രം ചെയ്ത് ജീവിച്ച യേശുവിനെ നിങ്ങൾ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ഇതാണ് പത്രോസ് ആദ്യമായി അവരോട് പറയുന്നത്. പക്ഷേ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഈ വ്യക്തിയെ നിങ്ങൾ കൊന്നുവെങ്കിലും തന്നെ മരണത്തിന് അധീനനാക്കി വെക്കുക എന്നത് അസാധ്യമായിരുന്നു. അത് തെളിയിക്കുവാൻ വേണ്ടി താൻ ചില വേദഭാഗങ്ങൾ അവിടെ ഉദ്ധരിക്കുകയാണ്. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, എൻ്റെ വലഭാഗത്ത് ഇരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ചു, എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിൻ്റെ സന്നിധിയിൽ എന്നെ സന്തോഷപരിപൂർണനാക്കും എന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ. അപ്പോൾ സങ്കീർത്തനങ്ങളിൽ അഭിഷിക്തൻ മരണത്തിന് അധീനനായി തീരുകയില്ല. 16-ാം സങ്കീർത്തനത്തിൽ നിന്ന് താൻ ഇങ്ങനെയാണ് ഉദ്ധരിച്ചിരിക്കുന്നത്: നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. എന്ന് വച്ചാൽ മരിച്ച് അടക്കപ്പെട്ടാലും തൻ്റെ ശരീരം ദ്രവിച്ചു പോവുകയില്ല, മരണത്തിൽ നിന്ന് താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് അവിടെ പറയുന്നത്. അതിന് കാരണം തൻ്റെ ജീവിതമാണ്. മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. താൻ പാപമില്ലാത്ത ജീവിതം നയിച്ചതുകൊണ്ട് തൻ്റെ മരണം ദൈവത്തിന് ഒരു യാഗമായി ദൈവം അംഗീകരിക്കുകയും തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. പിന്നെ യഹൂദന്മാരോട് പത്രോസ് പറയുന്ന കാര്യം, സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെക്കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവൻ്റെ കല്ലറ ഇന്ന് വരെ നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവൻ്റെ കടിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് അവനോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്നറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളയില്ല, അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ദാവീദ് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറഞ്ഞത് ദാവീദിൻ്റെ കാര്യമല്ല. ദാവീദ് ഒരു പ്രവാചകനായിരുന്നതുകൊണ്ട് അഭിഷിക്തനെ കുറിച്ചാണ് പറഞ്ഞത്. ആ അഭിഷിക്തൻ ഈ യേശു ക്രിസ്തുവാണ്. കാരണം ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ്റെ ജീവിതത്തിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. എന്നിട്ട് താൻ പറഞ്ഞു, അതിന് ഞങ്ങൾ എല്ലാവരും, എന്ന് വെച്ചാൽ ഈ 12 പേർ, 11 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മത്തിയാസിനെ കൂട്ടി അവർ 12 ആക്കിയത്. എന്നിട്ട് അവർ പറയുന്നു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അപ്പോൾ ഇവർ വളരെ വ്യക്തമായി അവരോട് പറയുന്നു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവൻ ദൈവത്തിൻ്റെ വലതു ഭാഗത്തേക്ക് ആരോഹണം ചെയ്തു, എന്നിട്ട് പരിശുദ്ധാത്മാവിനെ പകർന്നു തന്നിരിക്കുന്നു. ഇനി 34-35 വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കാം. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ, എന്നാൽ അവൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു. ഇത് 110-ാം സങ്കീർത്തനം എന്നുള്ള ഉദ്ധരണിയാണ്. 110-ാം സങ്കീർത്തനം വളരെയധികം പ്രാവശ്യം
പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ താൻ പറയുന്നത് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്നാണ്. അപ്പോൾ പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ കർത്താവ് എന്ന് വിളിക്കുന്നു, കൂറിലോസ്. അതിൻ്റെ അർത്ഥം പിതാവായ ദൈവം പുത്രനെ ദൈവമെന്ന് വിളിക്കുന്നു. മിശിഹ അല്ലെങ്കിൽ അഭിഷിക്തനായി വന്നവൻ യഹോവയായ ദൈവം തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവവും കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്: കർത്താവായി നിങ്ങൾ വിളിച്ചപേക്ഷിക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. അവനാണ് കർത്താവ്, അവനാണ് യഥാർത്ഥ ദൈവം. ഇത് ഇസ്രായേൽ ഗ്രഹം മുഴുവൻ അറിയണം. മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും അറിയണം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.